ശിവഗിരി തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സമാപന സമ്മേളനം ശിവഗിരിയിൽ പുരോഗമിക്കുകയാണ്. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? 83ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനം അല്പം മുമ്പാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമാണ് സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അധ്യക്ഷ പ്രസംഗം നടത്തിയത്. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന മതപരമായിട്ടുള്ള വേർതിരിവും അസഹിഷ്ണുതയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഊന്നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ ഇപ്പോഴുള്ള ഒരു പ്രസക്തിയെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യര് എന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകളെ ഇപ്പോൾ വളച്ചൊടിച്ചുകൊണ്ടുള്ള ചില നടപടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഈ ഒരു സന്ദേശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഉണ്ടെന്നും എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ എല്ലാവർക്കും ജീവിക്കാനുള്ള തരത്തിൽ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെയായിരിക്കും സിപിഐഎമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന്, മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് ഒഴുകുന്നത്. അത് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. കോപ്പിയടി വിവാദത്തിൽ ഉൾപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന IG TJ ജോസിനെ സർവീസിൽ തിരിച്ചെടുത്തു. ഹോംഗാർഡ് ആൻഡ് കമ്മ്യൂണിറ്റി തലവനായാണ് TJ ജോസിന്റെ നിയമനം. ദേബേഷ് കുമാർ ബെഹ്റയെ പാലക്കാട് SP ആയും K വിജയനെ മലപ്പുറം SP ആയും നിയമിച്ചു. പുതിയ കോഴിക്കോട് റൂറൽ SP ആയി പ്രതീഷ് കുമാറിനെയും നിയമിച്ച് ഉത്തരവായി. MP വീരേന്ദ്രകുമാറുമായി ശത്രുതയില്ലെന്ന് പിണറായി വിജയൻ. വീരേന്ദ്രകുമാറുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലെന്നും പിണറായി. സോഷ്യലിസ്റ്റുകളുടെ സ്വാഭാവിക സ്ഥാനം ഇടതുപക്ഷത്തെന്നും പിണറായി പറഞ്ഞു. MP വീരേന്ദ്രകുമാറിന്റെ ഇരുൾ പരക്കുന്ന കാലം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീ വീരേന്ദ്രകുമാറിനോട് എനിക്ക് വ്യക്തിപരമായി ഒരുവിധ ശത്രുതയുമില്ല എന്നത് ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിന് എന്നോടും അങ്ങനെ തന്നെയാണ് എന്നതാണ് എൻ്റെ ഉറച്ച ധാരണ. വിയോജിപ്പുണ്ട്, അത് വ്യക്തിപരമല്ല, രാഷ്ട്രീയത്തിലുള്ളതാണ്. അദ്ദേഹം LDF വിട്ട് UDF പോയപ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായി ഒന്നുമില്ല. നാളെ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സവുമല്ല. കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും യോജിച്ചും വിയോജിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നീങ്ങിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റുകാരുമായുള്ള വിയോജിപ്പ് നിലനിൽക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം സോഷ്യലിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരും ഒന്നായി നിന്നുകൊണ്ട് പൊരുതിയിട്ടുമുണ്ട്. അപ്പോൾ സോഷ്യലിസ്റ്റുകാരുടെ സ്വാഭാവിക സ്ഥാനം എവിടെയാണ്? അത് ഇടതുപക്ഷത്താണ്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് മതിൽക്കെട്ടുകൾ തീർക്കുന്നതിൽ അർത്ഥമില്ലെന്ന് MP വീരേന്ദ്രകുമാർ. പിണറായി വിജയനുമായി വ്യക്തിപരമായി പരസ്പര ബഹുമാനമുണ്ടെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ പോരാടാൻ പുരോഗമന ശക്തികൾ ഒരുമിക്കേണ്ടതുണ്ടെന്നും വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. പിണറായി വിജയൻ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾക്ക് എന്ത് ബഹുമാനമേ ഉള്ളൂ. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായി മോദി ഉയർത്തുന്ന വെല്ലുവിളി, സംഘ് പരിവാർ ഉയർത്തുന്ന വെല്ലുവിളി, അതിനെതിരായി നിങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. ആ ശ്രദ്ധിക്കപ്പെടണം. എവിടെയോ വെച്ച് ഒരു കോംപ്രമൈസ് സാധ്യമല്ല. ഇവരുമായിട്ടൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ കുറച്ച് കാലം ഉണ്ടായിരിക്കാൻ തോന്നുമായിരിക്കാം. അത് എന്നേക്കുമുള്ള ഈ രാജ്യത്തിന്റെ അവസാനമായിരിക്കും. സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് വില കൂട്ടി. 49 രൂപ 50 പൈസയാണ് കൂട്ടിയത്. 673 രൂപ 50 പൈസയാണ് പുതുക്കിയ വില. 17 കോടിയോളം വരുന്ന ഗ്യാസ് ഉപഭോക്താക്കളെ വെട്ടിലാക്കി പുതുവർഷ ദിനത്തിൽ പാചകവാതക സിലിണ്ടർ വിലയിൽ വൻ വർധനവാണുണ്ടായത്.
സബ്സിഡിയില്ലാത്ത 14.2 കിലോഗ്രാമിന്റെ പാചകവാതക സിലിണ്ടറുകൾക്ക് 49.5 രൂപ വർദ്ധിപ്പിച്ചു. 673.5 രൂപയായി നിലവിലെ പാചകവാതക സിലിണ്ടർ വില ഇതോടെ ഉയർന്നു. വാണിജ്യോപയോഗത്തിനുള്ള സിലിണ്ടർ വില 79 രൂപ വർദ്ധിപ്പിച്ചു. 1278 രൂപയായി പുതിയ വില. അസംസ്കൃത എണ്ണയുടെ നിർമ്മാണത്തിലുണ്ടായ വില വ്യത്യാസം താങ്ങാനാവുന്നതല്ലെന്നും സിലിണ്ടർ വിലവർധനയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ വിലവർധന നിലവിൽ വന്നത്. 15 ദിവസം മുമ്പ് സബ്സിഡിയില്ലാത്ത സിലിണ്ടറുകൾക്ക് 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സബ്സിഡിയുള്ള സിലിണ്ടറുകൾക്കും വൻ വർധന പുതുവർഷത്തിൽ നടപ്പാക്കിയത്. വർഷം 10 ലക്ഷത്തിന് മുകളിൽ നികുതി അടയ്ക്കുന്നവർക്ക് ഗ്യാസ് സബ്സിഡിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുമ്പോഴും ജനങ്ങളുടെ അടുക്കളയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതുവർഷ ഇരുട്ടടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പിൽ ആര് പാർട്ടിയെ നയിക്കുമെന്ന് സംസ്ഥാന ഘടകം തീരുമാനിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പ്ലീനത്തിന് ശേഷം പാർട്ടിയിൽ ഗുണപരമായ മാറ്റമുണ്ടാകുമെന്നും യെച്ചൂരി പറഞ്ഞു. Well, first of all, the plenum report and resolution will be discussed by the Kerala Party State Committee. On that basis, they'll make the necessary suggestions. And then the changes, if necessary, will be made. Otherwise, surely before elections, you will see many positive changes of strengthening the party organization. No, this was a plenum about organizational matters. Election tactics, all these other issues, these are not issues that was on the agenda. No. You will know when the time comes. You will know why the anxiety. You will know definitely when the time. All these questions you direct to the Kerala State Committee. Once they take a decision and they ask us for some advice, some intervention, etc., then we come into the picture. What's the opinion of Central Committee? Why should a Central Committee have an opinion without anything being posed to the Central Committee? Only 2 more months. Let it be posed, I'll come. സംസ്ഥാനത്തിന്റെ വികസനത്തിന് സമൂലമായ ഭരണപരിഷ്കാരം അനിവാര്യമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിലപാട് സ്വീകരിക്കാൻ കഴിയണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വികസനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന UDF സർക്കാരിന് കീഴിൽ കേരളം 25 വർഷം പിന്നാക്കം പോയതായും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. കേരള വികസനം പ്രതിസന്ധി നേരിടുകയാണെന്നും ഇതര സംസ്ഥാനങ്ങൾ ആർജിച്ച നേട്ടങ്ങൾ പലതും നമുക്ക് നേടാൻ കഴിയുന്നില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന മേഖലകളുണ്ടെങ്കിലും അത് മനസ്സിലാക്കി വികസിപ്പിക്കാൻ കഴിയുന്നില്ല. ലക്ഷ്യബോധമില്ലാത്ത വികസന അനുകരണങ്ങളും മെഗാ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും വഴി പരിഹരിക്കാൻ കഴിയുന്നതല്ല കേരളം നേരിടുന്ന വികസന പ്രതിസന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ വികസനം ഏതെങ്കിലും ഒരു കൂട്ടരുടെ ചുമതലയിൽ മാത്രം നിറവേറ്റപ്പെടേണ്ട ഒന്നല്ല. വികസന കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമന്യേ യോജിച്ച സമീപനമുണ്ടാവണം. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വികസന രംഗത്ത് നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാനാവണം. വികസന രംഗത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ടു പോകൂവെന്നും രാജ്യത്തിന്റെ വികസനത്തിനുതകുന്ന വ്യവസായങ്ങൾ നടപ്പിലാക്കാൻ CPIM പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടോ മലിനമാക്കിക്കൊണ്ടോ ഉള്ള വികസനം നടപ്പാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ വരുന്ന 5 വർഷം നടപ്പാക്കേണ്ട അജണ്ടകൾക്ക് ഈ മാസം 9, 10 തീയതികളിൽ നടക്കുന്ന പഠന കോൺഗ്രസ് രൂപം നൽകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും. ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന വികസന കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തിയായിരിക്കും LDF പ്രകടന പത്രിക തയ്യാറാക്കുകയെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അപ്പോൾ അക്കാദമിക് പണ്ഡിതരും ആ രംഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തകരുമെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ ബദൽ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ RS ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാൻഹോൾ ദുരന്തത്തിൽ മരിച്ചവർക്കായി പ്രഖ്യാപിച്ച ധനസഹായം നൽകാതെ വെള്ളാപ്പള്ളി വഞ്ചിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം വീതം ധനസഹായം നൽകുമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു. വെള്ളാപ്പള്ളി നൌഷാദിനെ അവഹേളിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. ആന്ധ്രയിലെ വിജയവാഡയിൽ നിന്നും 5 മണിക്കൂർ ദൂരം സഞ്ചരിച്ചാൽ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ പാലകൊലു എന്ന കൊച്ചു പട്ടണത്തിലെത്തും. കോഴിക്കോട്ടെ മാൻഹോൾ ദുരന്തത്തിൽ മരിച്ച ഭാസ്കർ റാവുവിന്റെയും നരസിംഹമൂർത്തിയുടെയും കുടുംബങ്ങൾ താമസിക്കുന്നത് അവിടെയാണ്. ആ കുടുംബങ്ങളുടെ സ്ഥിതി നേരിൽ കണ്ട് മനസ്സിലാക്കാനാണ് ഞങ്ങൾ പാലകൊലുവിലേക്ക് പോകുന്നത്.
പാലക്കോല് ഭഗേശ്വരത്തെ ഈ വാടക വീട്ടിലാണ് ഭാസ്കർ റാവുവിന്റെ കുടുംബം താമസിക്കുന്നത്. നരസിംഹമൂർത്തിയുടെ വീടും തൊട്ടടുത്തു തന്നെ. നരസിംഹമൂർത്തിക്ക് ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. മൂർത്തിയുടെ മരണത്തോടെ അവർ പാലകോല് വിട്ട് വിശാഖപട്ടണത്ത് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. ഭാസ്കർ റാവുവിന്റെ വീട്ടിൽ ഭാര്യ പ്രശാന്തിനിയും മക്കളായ ഭാഗ്യലക്ഷ്മിയും ഗംഗാദേവിയുമാണുള്ളത്. 2 കുടുംബങ്ങൾക്കും 1 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചിരുന്നു. 1 മാസം മുമ്പ് സമത്വ മുന്നേറ്റ യാത്രക്കിടെ നൌഷാദിനെ അവഹേളിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ നിന്നും രക്ഷ നേടാനായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. എന്നാൽ വെള്ളാപ്പള്ളി ഈ കുടുംബങ്ങൾക്ക് ചില്ലിക്കാശ് പോലും നൽകിയിട്ടില്ലെന്ന് ബന്ധുക്കൾ పీపుల్నోട് പറഞ്ഞു. భాస్కర రావువిന്റെ അടുത്ത బന്ധు నవకాంత్ కేరళలో ప్రకటించినట్టుగా వెల్లాపల్లి నరేషన్ కానీ SNDP సంస్థ నుంచి కానీ మాకు ఇప్పటి వరకు ఏ విధమైన సహాయం అందలేదు. ఇప్పటి వరకు మేము వాళ్ళ పేర్లు కూడా వినలేదు. వాళ్ళు కేరళలో లోకల్ పేపర్లో లోకల్ మీడియాలో ప్రచారం చేసుకుంటున్నట్టు మాకు నష్టపరిహారం అందించారని చెప్పుకుంటున్నారు. వాళ్ళ సంస్థ నుంచి కానీ SNDP సంస్థ నుంచి కానీ వెల్లాపల్లి నరేషన్ నుంచి కానీ మాకు ఇప్పటి వరకు కూడా ఏ విధమైన నష్టపరిహారం అందలేదు. നരസിംഹമൂർത്തിയുടെ ബന്ധുക്കളെ ബന്ധപ്പെട്ടപ്പോഴും ഇതേ പ്രതികരണം തന്നെയായിരുന്നു. മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ധനസഹായ പ്രഖ്യാപനം നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ അക്ഷരാർത്ഥത്തിൽ ഈ പാവങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാലക്കൊലുവിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ പുതുവർഷാഘോഷം. മാധ്യമപ്രവർത്തകരും ദ്രുതകർമ്മ സേനാംഗങ്ങളുമാണ് സന്നിധാനത്ത് പുതുവർഷ പിറവി ആഘോഷിച്ചത്. തീർത്ഥാടകരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ലോകമെങ്ങും പുതുവത്സരാഘോഷങ്ങൾ നടക്കുമ്പോൾ ശബരിമലയ്ക്കും അതിൽ നിന്നും മാറി നിൽക്കാനാവില്ല. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സന്നിധാനത്തും പുതുവത്സര പിറവി ആഘോഷിച്ചു. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അയ്യപ്പ സന്നിധിയിൽ ലളിതമായായിരുന്നു പുതുവത്സരാഘോഷങ്ങൾ. 18-ാം പടിക്ക് മുന്നിൽ ഒത്തുകൂടിയ സന്നിധാനത്തെ മാധ്യമപ്രവർത്തകർ കർപ്പൂര ദീപപ്രഭയൊരുക്കിയാണ് പുതുവർഷത്തെ വരവേറ്റത്. മൺചിരാതുകളിൽ തിരിതെളിയിച്ച ദ്രുതകർമ്മ സേനാംഗങ്ങളും നവവത്സരാഘോഷങ്ങളുടെ ഭാഗമായി. ശരണമന്ത്രങ്ങൾക്കൊപ്പം പുതുവത്സരാശംസകളുമായി മധുരം പങ്കിട്ട് തീർത്ഥാടകരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. പുതുവത്സര പിറവി പ്രമാണിച്ച സന്നിധാനം പൂക്കളാൽ അലങ്കരിച്ചിരുന്നു. പുതുവർഷ പുലരിയിൽ അയ്യപ്പനെ കാണാനെത്തിയ തീർത്ഥാടകർക്ക് ഇത് വേറിട്ട അനുഭവമായി. ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം ജിതിൻ ചന്ദ്രൻ, സന്നിധാനം.